അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ CPM കയറി കളിക്കാൻ തുടങ്ങി. ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യുവൻസി തിരിച്ചു പിടിക്കാൻ CPM നടന്നൊരു പരിശ്രമമുണ്ട്. ഇപ്പൊ കായംകുളത്തും കഴക്കൂട്ടത്തും, നേമത്ത് അത്രയും പറയാൻ പറ്റില്ലെങ്കിലും ഒരിക്കൽ അവർ ജയിച്ചതാണ്. കായംകുളം, കഴക്കൂട്ടം പോലെയുള്ള മണ്ഡലങ്ങളിൽ CPMന് വലിയ തിരിച്ചടിയുണ്ടായി. CPM വോട്ട് ബാങ്കാണ് ഷിഫ്റ്റ് ചെയ്തതെന്ന് നമുക്കൊക്കെ അറിയാം. ആ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കുക എന്നത് ഇപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് നോക്കാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നേടാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പുമല്ലോ. അപ്പൊ അത് പറ്റില്ല. അതുകൊണ്ട് ഒന്ന്. രണ്ടാമത്, ന്യൂനപക്ഷ വോട്ടിൽ CPMന്റെ കണ്ണ് ഏതാണ്ട് ഇല്ലാണ്ടായി. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് അവർ അധികം തെറി പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് ഏൽക്കുന്നത് മുഴുവൻ ഇസ്ലാമിക ഭാഗത്തിനാണ്. പോത്തിനെ ചാരി ചാത്തനെ തല്ലുന്നു എന്ന് പറയുന്ന മാതിരിയുള്ള സംഗതി അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM നന്നായി ഫോക്കസ് ചെയ്തു. പക്ഷെ അവർക്ക് അതിനാണ് ശബരിമല സംഗമമൊക്കെ നടത്തിയത്. പക്ഷെ സംഗതി മറ്റതൊക്കെ വന്നപ്പോൾ പോയി. അത് വേറെ സ്വർണ്ണപ്പാളിയും കട്ടിലേക്ക് വന്നപ്പോൾ പോയി. എങ്കിൽ പോലും തിരിച്ചു പോകാൻ പറ്റില്ല അവർക്ക്. അവർക്കിപ്പോൾ ഹിന്ദു കോൺസ്റ്റിറ്റ്യുവൻസി, അവരുടെ ഹിന്ദു വോട്ട് ബേസ്, പ്രത്യേകിച്ചും ഈഴവ വോട്ട് ബേസ് പിടിച്ചു നിർത്തണം എന്നൊരാഗ്രഹത്തിൽ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. ആ പണി ഏൽക്കാൻ പോണത് കോൺഗ്രസിനല്ല, ആ പണി ഏൽക്കാൻ പോണത് BJPക്കാണ്. കാരണം ഹിന്ദുവൈസ് ചെയ്ത, ഇപ്പം CPM സ്വയം ഹിന്ദുവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. APക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എനിക്കറിയില്ല. ഹിന്ദുവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.